അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വീട്, സ്ഥലം, ഭൂമി, അതേപോലെ തന്നെ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന എന്ത് വസ്തു ആയിക്കോട്ടെ അത് എത്രയും പെട്ടെന്ന് വിറ്റ് പോകാനുള്ള ഒരു അമലാണ് പറയാൻ പോകുന്നത്. കുറെ ആളുകൾക്ക് സ്ഥലം വിറ്റിട്ട് വേണം കടം തീർക്കാൻ, പലിശ തീർക്കാൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് എന്താണോ നിങ്ങൾക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്ത് നിന്ന് ഒരു 313 കല്ലെടുക്കണം. വീടാണെങ്കിൽ വീട്, അതല്ല ഇനി സ്ഥലമാണെങ്കിൽ സ്ഥലം. അവിടുന്ന് 313 കല്ലെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു എന്തെങ്കിലും ബുഹൂറോ എന്തെങ്കിലും പോയിക്കുക, എന്തെങ്കിലും പോയിപ്പിച്ച് അവിടെ വെക്കുക. ആ കല്ലൊന്ന് നല്ല വൃത്തിയാക്കിയിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ആ കല്ല് നല്ല വൃത്തിയായിരിക്കണം എന്നർത്ഥം. നിങ്ങൾക്ക് എന്തും ചെയ്യാം. കല്ല് കഴുകിയതിന് ശേഷം ഉണക്കിയിട്ട് നല്ല അത്തറ അടിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ബഹൂർ പോച്ചിട്ട് അവിടെ വെക്കാം, അതൊക്കെ ചെയ്യാം. നല്ല വൃത്തി വേണം കല്ലിന്. ശേഷം എന്ത് ചെയ്യാം, ഒരു കല്ലെടുത്തിട്ട് ഒരു യാസീന്, അതിൽ ഒരു യാസീൻ ഓതിയിട്ട് എല്ലാ മൊബൈലിലും ആ കല്ലിൽ ഊതി കൊടുക്കുക. ശേഷം എന്ത് ചെയ്യാം, ആ കല്ല് നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പറമ്പിലോ വീട്ടിലോ എവിടെയാണോ അവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടിടുക. രണ്ടാമത്തെ കല്ലെടുക്കുക, ഇതേപോലെ യാസീൻ ഓതുക, മൊബൈലിൽ ആ കല്ലിൽ ഊതുക. ഈ തുടങ്ങാനിരിക്കുമ്പോഴും തുടങ്ങിക്കഴിഞ്ഞ് ഇത് ചൊല്ലി ഊതുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അള്ളാഹുവേ ഞാൻ ഈ ഓതിയ യാസീനിന്റെ ബർക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ ഭൂമി, ഈ സ്ഥലം, ഈ വീട് നല്ലൊരു വിലയിൽ എനിക്ക് എത്രയും പെട്ടെന്ന് കച്ചവടമായി കിട്ടണം പടച്ചോനെന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ട് വേണം ആ കല്ലെന്ത് ചെയ്യാൻ, ആ പറമ്പിൽ കൊണ്ടുപോയിടാൻ. അങ്ങനെ 313 കല്ലിലും യാസീൻ ഊതുക, പറമ്പിൽ കൊണ്ടുപോയിടാം. ഇൻഷാ അല്ലാഹ് വൈകാതെ അത് കച്ചവടമാകും, ഒരു സംശയമല്ല. പക്ഷേ നിങ്ങൾ അത് കച്ചവടമായി കഴിഞ്ഞ് അതിനെന്തെങ്കിലും ഒരു ടോക്കൺ പൈസ അവർ തന്നാൽ ആ പൈസയിൽ നിന്നും എന്തെങ്കിലും ചെറിയ ഒരു ഹദിയ നിങ്ങളുടെ പരിസരത്തുള്ള ഏറ്റവും പാവപ്പെട്ട ഏതെങ്കിലും ഒരു യത്തീമായ ഒരാൾക്ക് സ്വതക്ക കൊടുക്കുക. എന്തെങ്കിലും ഒരു 500, 1000, 2000 നിങ്ങളെ കൊണ്ട് വലിയ ബിസിനസ്, വലിയ കച്ചവടമാണെങ്കിൽ 500 ഒന്നും കൊടുക്കരുത്. പാവപ്പെട്ടവരല്ലേ, നിങ്ങൾ നല്ല രീതിയിൽ ഹദിയ കൊടുക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൊടുക്കുന്ന സ്വതക്കയും ഖുർആനും ഇൻഷാ അല്ലാഹ് ഇത് രണ്ടും മതി, അത് നടക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ വേവലാതിപ്പെടുന്ന, കച്ചവടം നടക്കാൻ പ്രയാസപ്പെടുന്ന എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഈ അമലൊന്ന് പരീക്ഷിച്ചു നോക്കാം. വലിയ ഫലം കിട്ടിയ അമലാണ്, നിങ്ങൾക്കും ഫലം കിട്ടും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.